السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ആഷിഖീങ്ങൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ സ്വഹാബിയത്തായ വനിതകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആഷിഖീങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം ഇഷ്ക് ചെയ്ത ഒരുപാട് സ്വഹാബിയത്തായ വനിതമാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രമുഖയാണ് മഹദിയായ സൈനബ അഥവാ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. മഹദിയവരുടെ പേരുകൾ പല റിവായത്തുകൾ പല പേരുകൾ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ മഹദിയവരുടെ വിവിധങ്ങളായ പേരുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതാവട്ടെ മഹദിയർ മുത്തനബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു, നബി തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്കുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ മഹാനവറുകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം മഹാനവരുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഉഹദ് യുദ്ധത്തിലേക്ക് വെളിയാളമുണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ഉഹദ് യുദ്ധത്തിന് വേണ്ടി മഹാനവറുകൾ ഇറങ്ങുന്നു. ഒരു സുപ്രഭാതത്തിൽ മുസ്ലിമീങ്ങൾക്കെല്ലാം ചെറിയൊരു പിന്നോട്ടടി ഉണ്ടായ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ പാഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ നിന്ന് അവരോട് ഘോരമായി യുദ്ധം നടത്തുകയാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളുടെ വെട്ടേറ്റ് അവിടുത്തെ ശരീരത്തിൽ 60ഓളം വെട്ടുകളുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാം. അങ്ങനെ വെട്ടി നുറുക്കപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഈ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി മദീനയിൽ നിന്ന് വിവരമറിയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു, ഇനി ഖതൽതു മുഹമ്മദ എന്ന് ഒരു ശത്രുപക്ഷത്തുള്ള ഒരു മനുഷ്യൻ കളവ് പറഞ്ഞപ്പോൾ പല സ്വഹാബത്തുകളും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മദീനയിലേക്ക് ഓടിപ്പോയ ചരിത്രമുണ്ട്. ആ ആളുകളിൽ നിന്നുള്ള വിവരം അറിയിക്കുക മുത്തനബി തങ്ങൾക്ക് യുദ്ധത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്, മുത്തനബി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. മഹദിയായ ആ സഹോദരിക്ക്, സ്വഹാബിയത്തായ സഹോദരിക്ക് മദീനയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിക്കൊണ്ട് ഉഹദ് യുദ്ധത്തിലേക്ക്, ഉഹദ് രണാങ്കണത്തിലേക്ക് വരികയാണ്. എൻ്റെ ഹബീബിന് വല്ലതും പറ്റിയോ? വരുന്ന സമയത്ത് വലിയ ചെറിയ സംഘത്തെ കാണുന്നു. ആ സംഘത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഹബീബ മുത്തനബി തങ്ങളുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, നബി തങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ നിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ സഹോദരി പറയുന്നു, എൻ്റെ പിതാവ് മരണപ്പെട്ടു, എനിക്കതൊരു വിഷയമല്ല, എൻ്റെ ഹബീബിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ രണ്ടാമത് മഹദി അവറുകൾ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ഒരു സംഘത്തെ വീണ്ടും കാണുന്നു. അവരോട് ചോദിക്കുന്നു, എൻ്റെ ഹബീബി എവിടെ? അവരും ഇതേ മറുപടി തന്നെ പറയുന്നു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, ഹബീബ മുത്തനബി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂന്നാമതായിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒരു സംഘത്തെ കാണുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, നബി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല, നിന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നാലാമത് മഹദി അവറുകളെ ഉഹദ് രണാങ്കണത്തിലേക്ക് എത്തുമ്പോൾ ഹബീബ മുത്തനബി തങ്ങളും ഏതാനും സ്വഹാബത്തും അവിടെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടെ ആ ഒരു സഹോദരി പാടിയ പാട്ടുണ്ട്, ഓ നബിയെ, അങ്ങയുടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങയുടെ ഹയാത്തുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടത്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത്, എൻ്റെ മക്കൾ മരണപ്പെട്ടത് ഒന്നും എനിക്ക് വിഷയമല്ല നബിയെ, അങ്ങയുടെ ജീവിതം അതാണ് എനിക്ക് ഏറ്റവും ആനന്ദമെന്ന് ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ സഹോദരി പറയുകയാണ്. ആ സഹോദരിയുടെ മനസ്സിലുള്ള മുത്തനബി തങ്ങളോടുള്ള അടങ്ങാത്ത മഹബത്ത് എത്രയുണ്ട് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അല്ലാഹു തആല മുത്തനബി തങ്ങളുടെ ആശിഖീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.